എത്ര നാൾ കൊണ്ട് നിങ്ങളുടെ ക്യാഷ് ഡബിൾ ആകും? എന്തുകൊണ്ടാണ് ഞാൻ 8 വർഷം പറഞ്ഞത്? എത്ര പെർസെന്റേജ് ഓഫ് റിട്ടേൺസ് നമ്മൾ ജനറേറ്റ് ചെയ്യണം? ഇനി ഇതുപോലെ ആരെങ്കിലും നിങ്ങളെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി പറ്റിച്ച് കടന്നു കളയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഹായ് എവ്രിവൺ, ദിസ് ഇസ് റിൻസി ഫ്രം ഗ്രോ മലയാളം ചാനൽ. നിങ്ങൾ ഇങ്ങനത്തെ സ്കീമിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവും. അതായത് 21 ദിവസം കൊണ്ട് നിങ്ങളുടെ ക്യാഷ് ഡബിൾ ആക്കി തരുമെന്നൊക്കെ. ഇങ്ങനത്തെ ഓരോ സ്കീം പറഞ്ഞ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി പറ്റിച്ച് കടന്നു കളയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരാൾ അപ്രോച്ച് ചെയ്തിട്ട് പറയാണ്, നിങ്ങൾ എന്റെ അടുത്ത് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ 21 ദിവസം കൊണ്ട് ഡബിൾ ആക്കി തരാമെന്ന്. അങ്ങനെ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് ക്യാഷ് കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ക്യാഷ് കൊടുക്കുമ്പോൾ നിങ്ങൾ കൊടുത്ത എമൗണ്ട് 21 ദിവസം കൊണ്ട് ഡബിൾ ആകണമെങ്കിൽ നിങ്ങൾ എത്ര ഇൻട്രസ്റ്റ് ഏൺ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? ഇനി പോട്ടെ, അവരൊരു ഫിക്സഡ് റിട്ടേൺസ് നിങ്ങൾക്ക് തരുവാണെങ്കിൽ തന്നെ എത്ര നാൾ കൊണ്ട് നിങ്ങളുടെ ക്യാഷ് ഡബിൾ ആകും എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? അപ്പം ഈ 2 ക്വസ്റ്റിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഉണ്ട്. അപ്പൊ ആ ഒരു ട്രിക്കിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ പറയാണ്, നിങ്ങൾ 100 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. പെർ ആനം നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 9%. അപ്പൊ അടുത്ത 8 വർഷത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 8 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഡബിൾ ആയിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് ഞാൻ 8 വർഷം പറഞ്ഞത്? ഒരു 4 വർഷം കൊണ്ടൊക്കെ ഡബിൾ ആക്കാൻ പറ്റില്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇതിനുള്ള ആൻസർ പറയുന്നതിന് മുമ്പ് കോമ്പൗണ്ടിങ്ങിന്റെ ഒരു ബേസിക്സിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ സേവ് ചെയ്യുന്നവരായിരിക്കും, അതുപോലെ തന്നെ സേവ് ചെയ്തതിന്റെ ഒരു പോർഷൻ ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിരിക്കും. അപ്പം നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന റിസ്ക്, അങ്ങനെ പല ഫാക്ടേഴ്സിന്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ റിട്ടേൺസ് അത് നിങ്ങൾ വിഡ്രോ ചെയ്യാതിരിക്കുകയാണെങ്കിൽ റിട്ടേൺസിന് മുകളിൽ വീണ്ടും നിങ്ങൾക്ക് റിട്ടേൺസ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ത്രൂ കുറച്ചും കൂടി ക്ലിയർ ആക്കാം. ഇപ്പൊ നിങ്ങൾ 100 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാണ്, 9% നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ്. അങ്ങനെയെങ്കിൽ ഇയർ എൻഡ് ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 100 രൂപ നിങ്ങളുടെ ക്യാപിറ്റൽ പ്ലസ് 100 രൂപയുടെ മുകളിൽ 9% ഇൻട്രസ്റ്റ്, അതായത് 9 രൂപയാണ്. അങ്ങനെ നിങ്ങൾക്ക് ടോട്ടൽ കിട്ടുന്ന 109 രൂപയായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ഇയർ എൻഡിൽ ഈ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യുന്നില്ല, നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ സെക്കൻഡ് ഇയറിൽ നിങ്ങളുടെ ക്യാപിറ്റൽ 100 രൂപ ആയിരിക്കില്ല, 109 രൂപയായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്നത് 109 രൂപയുടെ മുകളിലായിരിക്കും. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ എമൗണ്ട് കോമ്പൗണ്ടഡ് ആകുന്നതായിരിക്കും. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ട്രിക്ക് അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എത്ര നാൾ കൊണ്ട് നിങ്ങളുടെ ക്യാഷ് ഡബിൾ ആകും എന്നറിയാൻ വേണ്ടിയിട്ട് 72 എന്ന് പറയുന്ന നമ്പറിനെ നിങ്ങളുടെ ആനുവൽ റിട്ടേൺസ് ആയിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യാം. അതായത് ടൈം റിക്വയർഡ് ഈസ് ഈക്വൽ ടു 72 ഡിവൈഡഡ് ബൈ ആനുവൽ റിട്ടേൺസ്. എത്ര നാൾ കൊണ്ടാണ് നിങ്ങളുടെ ക്യാഷ് ഡബിൾ ആകും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമ്മൾ ലാസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ നമ്മൾ വീണ്ടും എടുക്കുകയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് 9% പെർ ആനം ആണെങ്കിൽ ടൈം റിക്വയർഡ് ഈസ് ഈക്വൽ ടു 72 ഡിവൈഡഡ് ബൈ 9. അങ്ങനെയാണ് നമുക്ക് 8 ഇയേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ആർക്കും കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം, ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് പെർ ആനം ആണ്, അതായത് കോമ്പൗണ്ടിങ് ഇയർലി ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആൻസേഴ്സ് ഇൻ ഇയേഴ്സിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി കോമ്പൗണ്ടിങ് മന്ത്ലി ആണ് നടക്കുന്നതെങ്കിൽ റിട്ടേൺസ് മന്ത്ലി ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫോർമുലയ്ക്ക് ചേഞ്ച് ഒന്നും വരില്ല. ഫോർമുല വരുന്നത് 72 ഡിവൈഡഡ് ബൈ മന്ത്ലി റിട്ടേൺസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സ് ഇൻ മന്ത്സിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ എത്ര മാസം കൊണ്ട് നിങ്ങളുടെ ക്യാഷ് ഡബിൾ ആകും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലുള്ളത്, ഇത്ര വർഷം കൊണ്ട് ക്യാഷ് ഡബിൾ ആകണമെങ്കിൽ എത്ര പെർസെന്റേജ് ഓഫ് റിട്ടേൺസ് നമ്മൾ ജനറേറ്റ് ചെയ്യണം? അപ്പോൾ അത് നമുക്കൊരു എക്സാമ്പിൾ ത്രൂ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് 6 വർഷം കൊണ്ട് ക്യാഷ് ഡബിൾ ആക്കണം എങ്കിൽ നിങ്ങൾക്ക് ഇയർലി എത്ര പെർസെന്റേജ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോർമുലയിൽ ഇത് നമുക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതായത് പെർസെന്റേജ് റിട്ടേൺസ് ഈസ് ഈക്വൽ ടു 72 ഡിവൈഡഡ് ബൈ ടൈം റിക്വയർഡ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 72 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ നമുക്ക് കിട്ടും 12% എന്ന് കിട്ടും. അതായത് 12% റിട്ടേൺസ് കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 6 ഇയേഴ്സ് കൊണ്ട് നമ്മുടെ എമൗണ്ട് ഡബിൾ ആവും. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ സ്കീം, അതായത് 21 ദിവസം കൊണ്ട് ക്യാഷ് ഡബിൾ ആക്കി തരും എന്ന് പറഞ്ഞ ഒരു സ്കീം. അപ്പോൾ 21 ദിവസം കൊണ്ട് ക്യാഷ് ഡബിൾ ആകണമെങ്കിൽ എത്ര ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഈ ഒരു ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 72 ഡിവൈഡഡ് ബൈ 21 ഡേയ്സ് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 3.42% വരും. അപ്പോൾ ഡെയിലി നിങ്ങൾ 3.42% ഇൻട്രസ്റ്റ് ഏൺ ചെയ്താൽ നിങ്ങളുടെ ക്യാഷ് 21 ദിവസം കൊണ്ട് ഡബിൾ ആകും. ഇനി ഇതുപോലെ ആരെങ്കിലും നിങ്ങളെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇത്ര ദിവസം കൊണ്ട് നിങ്ങളുടെ ക്യാഷ് ഡബിൾ ആക്കി തരാം എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് സ്മാർട്ട് ആയിട്ട് നിങ്ങൾക്ക് അവരോട് ചോദിക്കാം, അതായത് നിങ്ങൾ എങ്ങനെയാണ് ഇത് അച്ചീവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്.
നമുക്ക് ഇപ്പം കിട്ടിയ 2 ആൻസേഴ്സും നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് ഇത്ര ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ഒരു ഇൻവെസ്റ്റിംഗ് ഇൻസ്ട്രുമെന്റിലേക്ക് നിങ്ങൾ ക്യാഷ് ഇട്ടാൽ എത്ര നാൾ കൊണ്ട് നിങ്ങളുടെ ക്യാഷ് ഡബിൾ ആകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇത്ര നാൾ കൊണ്ട് നിങ്ങളുടെ ക്യാഷ് ഡബിൾ ആകണമെങ്കിൽ എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഇൻവെസ്റ്റിംഗ് ഇൻസ്ട്രുമെന്റിലേക്ക് ക്യാഷ് ഇടണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമുക്ക് അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊരു ചെറിയൊരു ഫോമുലയാണ്, എല്ലാവർക്കും അവരുടെ മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഇതിലൂടെ നമുക്ക് പല ഇമ്പോർട്ടന്റ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഗ്രോ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.